വളഞ്ഞു വളഞ്ഞു വാ കേട്ടോ, വളഞ്ഞു വാ. അയ്യോ വളയില് വളയില് വളയില്, അവിടെ തന്നെ നിൽക്കി. ഞാൻ തെറ്റിപ്പോയി. ബേക്കിലോട്ടാണ്. ഇങ്ങോട്ട് കയറണം. ഇങ്ങോട്ട്. ഇതിൻ്റെ അകത്തോട്ട്. ഇതാണ് സ്ഥലം. ഇതിൻ്റെ അകത്ത് റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കണ്ടേ, ഇവിടെ റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കാർ റിപ്പയറിംഗ് ഉണ്ട് ഇവിടെ. അയ്യോ, ഇതിന്റെ അകത്ത് എനിക്ക് നീ എങ്ങനെ കയറ്റുമല്ലോ? അതിൻ്റെ അകത്ത് തന്നെ കയറാം. ആരും പൈസ ഇതൊന്നും ബൈ ചെയ്യണ്ട, നീ ഒന്ന് കയറ്റാൻ. സസ്പെൻഷൻ തട്ടോടെ, സ്പീഡ് കൂട്ടി ഇടിക്കട്ടെ. അയ്യോ, അതൊക്കെ ഇനി എടാ, എൻ്റെ സസ്പെൻഷൻ അങ്ങനെയാണ്. എന്തൊരു സീനായി കാണുമെന്തോ. എൻ്റെ ചില വണ്ടികൾ അതായിരിക്കും അപ്പം പ്രശ്നം വന്നത്. അത് ഞാൻ മാറ്റണം. ചുമ്മാ അല്ല, എയർ സസ്പെൻഷൻ വാങ്ങിച്ചിടണം. പക്ഷേ 1000 ഇതാക്കണം. സത്യം. നല്ല ആവശ്യമുള്ള സാധനമാണ്. നല്ല ആവശ്യമുള്ള സാധനമാണ്. നീ വന്ന ഇവിടെ ഫോട്ടോ എടുക്കാൻ കൊള്ളാം. ഫ്ലൈറ്റിന്റെ ഫ്രണ്ടിലെ കൊണ്ടിട്ട് ഇവിടെ ഡ്രിഫ്റ്റ് അടിച്ച് ഫോട്ടോ എടുക്കാൻ എന്ത് ബെസ്റ്റ് ആണെന്നോ. ഞാനും അറബി കൂടെയാണ് വന്നതാണ്. പണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. പ്ലെയിനൊക്കെ കണ്ട ഈ സംഭവം സെറ്റാകട്ടെ. എവിടെയാണ് പണിയണ വേണ്ട. നീ അവിടെ ഒരു ഓപ്ഷൻ കണ്ട, മറ്റേ ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഇവിടെ എവിടെയാ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കണ്ട ബ്ലൂ അല്ലടാ, ഒരു പച്ച. അവിടെ പച്ച മാത്രം കണ്ട. പച്ചയിൽ കൊണ്ട് കയറ്റ്. പച്ചയെ കൊണ്ട് നീ വണ്ടി കയറ്റുമ്പോൾ റിപ്പയർ ആയിക്കോളൂ. അതറിയാം, പക്ഷെ പച്ച കണ്ടില്ലല്ലോ ഞാൻ. പച്ച അവിടെ ഉണ്ടോ? നിന്റെ നേരെ ഉണ്ട് സർവീസ്. കണ്ടത് ഞാൻ നേരെ ഉണ്ട്. ഞാൻ ഇപ്പൊ ചെയ്തേ ഉള്ളൂ, വീണ്ടും ചെയ്തു. ഇപ്പോഴാണ് കണ്ട. അങ്ങോട്ട് പോയാൽ മതി. തട്ടാണ് ഇത്. എടാ, വീണ്ടും തട്ടി. ഇത് ലാഗ് കാരണം സീരിയസ്ലി എന്ത് ലൊട്ട പരിപാടി ഇത്. തട്ടിയത് എന്തൊരു കുറയ്ക്കും ഞാൻ അതിൻ്റെ അകത്ത്. FPS കുറച്ച് വിറ്റ് കൂടെ സെറ്റായി. റിപ്പയർ ആക്കി. എൻ്റെ മാറാ, ഞാൻ ചെയ്യട്ടെ. ഇത് റിപ്പയർ. ഇവിടെ സ്ഥലം കുറവ്. എന്ത് ഇടവെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ റിപ്പയർ ആക്കിയിട്ട് ഇറങ്ങാൻ പാടും. ഞാൻ അതിൻ്റെ അകത്ത് കയറി കൊടുത്തു. 3 സാധനം എന്ത് ലൊട്ടേന്നാണ് അവരൊക്കെ. എടാ പന്നി, നീ ചുമ്മാ അല്ല. നീ അവിടെ ലൈറ്റ് കൊണച്ച് വച്ചേക്കണല്ലേ. ചുമ്മാ അല്ല എനിക്ക് ഇവിടെ ലാഗ് അടിക്കണ. ആ ലൈറ്റ് നീ ഓഫ് ചെയ്താണ്. ചുമ്മാ അല്ല എനിക്ക് ലാഗ് അടിക്കണം. നീ ലൈറ്റ് ഓഫ് ചെയ്താണ്. അവൻ്റെ വണ്ടി ലൈറ്റ് ഓഫ്. നിന്റെ വണ്ടി ലൈറ്റ് ഓഫ്. നീ ചുമ്മാലേ മായിരം അവിടെ ലൈറ്റ് ഓണാക്കി വെച്ചിട്ട് എനിക്കിവിടെ ലാഗ് അടിക്കണം. എന്ത് അതടിക്കും നിനക്ക്. നീ ലൈറ്റ് ഒക്കെ ആണാക്കി എനിക്ക് ഇത് അടിക്കും. അതെന്താണെന്തോ. ഇതാ ഇത് കണ്ട. ഇതില്ലേ നീ കാണിച്ചു തരാമേ. തുറക്കണ്ട, ബേക്ക് ഇറക്കണ്ട. ഓ, ഇത് തുറക്കാൻ പറ്റും. ഇവിടെ എനിക്ക് സംഭവം നോക്കി ചെയ്യാൻ പറ്റും. വല്ലവനെ തട്ടിക്കൊണ്ട് എൻ്റെ അകത്ത് ഇട്ടാ കിഡ്നാപ്പ് ചെയ്യാൻ വേണം. എൻ്റെ അത് കണ്ട സ്ഥലമുണ്ട്. ഏവനോടെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കയറാ കുണ്ണെന്നും പറഞ്ഞു ഒരു ചോക്ലേറ്റ് കുണ്ണ കാണിച്ചാൽ മതി. അപ്പം അവൻ കയറിക്കോളും. അപ്പോൾ അവനങ്ങ് സെറ്റാക്കാം. കയറപ്പോൾ അവൻ്റെ കുണ്ണ ഇടിച്ചങ്ങ് മയക്കിയാൽ മതി. അവൻ പിന്നെ ഞാനല്ലോട്ടെ. ഞാൻ നിൽക്കി സെറ്റാകട്ടെ. ഒരു സെക്കൻഡ്. അറബി പിണങ്ങിയടാ. അറബി പിണങ്ങിയിട്ട് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഈ സ്ഥലം പെർഫെക്റ്റ് സ്ഥലമാണ്. ഇത് ഇവിടെ ചേട്ടാ ഒരു സെക്കൻഡ്. ബേക്കാവോ ഇല്ല ലാവൂല. ലൈന് നിന്നപ്പോ ബോറായി പോയി. അതിന്റെ കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഭാഗ്യം പോയില്ല. വന്ന് പിണക്ക മാറി വന്ന് വേണ്ട പിണക്കക്കാരൻ വന്ന്. ഞാൻ വണ്ടിന്ന് ഇറങ്ങൂല.
ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല അറബി, ഞാൻ ഇറങ്ങൂല. ഇന്റീരിയർ കാണാൻ പറ്റുന്നു അളിയ. വേണ്ട എൻ്റെ കണ്ണീന്നൊക്കെ മറ്റേ കണ്ണീരൊക്കെ വന്നിരിക്കണ അളിയ. കണക്കം കാണിച്ചേണ്ട കണ്ട കണ്ണീന്ന് കണ്ണീര് വന്നിരിക്കും. വേണ്ട എന്ത് എന്നെ കണ്ട പറ്റി ഇല്ല. അവൻ പിണങ്ങിയിട്ട് ഇപ്പം കണ്ട കണ്ണീന്ന് കണ്ണി ഞാൻ ഈ വണ്ടി കയറുന്നതിനെ കാണാം. കണ്ണീന്ന് കണ്ണീര് ഒലിച്ചിറങ്ങി അവൻ തൊപ്പി വെച്ച് ഇങ്ങനെ തടഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞില്ലേ ഡബ്ല്യു സ്പോട്ടാണ്, എയർപോർട്ടിൽ കിട്ടില്ല ഇടമാണ്. ഞാൻ ഇവനെ കൊണ്ട് വന്നേണ്. ഇവൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല അളിയാ, ഞാൻ വെച്ച് പറഞ്ഞാണോ? ഫ്ലൈറ്റിന്റെ ചിറകിന്റെ അവിടെ കൊണ്ടിട്ടു അത് കിട്ടില്ല ഫോട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അറബിനെ പിടിച്ച് നമുക്ക് കിഡ്നാപ്പ് ചെയ്താൽ എൻ്റെ വണ്ടിയിലെ വേക്ക് കെട്ടി തൂക്കിയിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയാലേ എൻ്റെ കൊക്കയെ തള്ളാം. അറബിൻ്റെ കൊക്കയെ തള്ളാം ചാറ്റ്. ഇവിടെ വെച്ചാൽ ഏതാ വെള്ളമോ എൻ്റെ പട്ടിക്ക് ഇട്ട് കൊടുക്കാം. പട്ടി ഉണ്ണടിച്ചിട്ട് അത് തന്നെ അവയവ കടത്തിയാ. അവിടെ ഇവിടെ നമുക്ക് മൗണ്ടൈനിലോട്ട് വേണം അവയവ കടത്തിയല്ല. അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഉണ്ട് മൗണ്ടൈൻ ടോപ്പിൽ. അതാണ് വില്യണറാ. മാൽബ്രോയ അവന്റെ കണ്ടിട്ടുണ്ടല്ലേ? അവന്റെ യൂട്യൂബിനെ സബ് ചെയ്തിട്ടുണ്ട്, അവനെ കാണും. അവൻ PC കളിക്കണേണ്. അവൻ കിടിലൻ ഗ്രാഫിക്സ് ഉള്ള അത് ഏതാ ഗെയിമാണെന്നാണ്. കിടിലൻ ഗെയിംസ് ആണ് അതൊക്കെ. അവന്റെ കോമഡി സാധനങ്ങളുണ്ട് കുറെ. വീട്ടിൽ അവൻ പണ്ട് PUBG സ്ട്രീം ചെയ്യുമായിരുന്നു. പിന്നെ അവൻ എന്താണ് എൻഡ് ചെയ്ത PUBG സ്ട്രീം ചെയ്യുന്ന ആളായിരുന്നു. സംഭവം വെച്ചാൽ ഗെയിം കളിച്ചിട്ടുണ്ട്. മറ്റേ ഗെയിമിംഗ് തെറാപ്പിസ്റ്റിനെ എനിക്ക് അറിയാം. അവനും ഇതാണ് ഗെയിം കളിച്ചങ്ങിടുവാളെ എഡിറ്റ് ചെയ്ത്. അതാണ് പരിപാടി. ആ നിനക്കൊരു PC ഉണ്ടെ ഗെയിം കളിച്ച് നീ കിട്ടാ. അതേപോലെ തന്നെ ലക്കൊണ്ടേ കയറിക്കോളൂ. ലക്കല്ലേ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടേ കയറിക്കോളൂ. ഹാർഡ് വർക്ക് അവിടെ നിനക്ക് PC ഇല്ലാടാ. നിനക്ക് PC ഉണ്ടല്ലേ? ഉണ്ട്. CPU ഇല്ലല്ലോ, അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇല്ല. CPU ശരിയാണ്. അതില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലോ ബഡ്ജറ്റ് CPU എടുത്തിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യണം ഗ്രാഫിക് കാർഡൊക്കെ ഇട്ട്. ഇപ്പൊ ഏതാ മറ്റേ ഗെയിമൊക്കെ ഉണ്ട് ചില മറ്റേ സോംബി കുണ്ടച്ചി മോനെ മറ്റേ സ്കാൻ ചെയ്തിട്ട് അങ്ങനെ എന്തിനാക്കണ ഗെയിം ഉണ്ടല്ലേ, സോംബി സിമുലേറ്റർ അങ്ങനെ എന്തിനൊക്കെ. സോംബിമാര് സോംബിയുടെ കടി കുണ്ണ ഏറ്റു വാങ്ങിയിട്ട് ഇങ്ങ് വരും. അപ്പോൾ അവന്മാർക്ക് സോംബി ആണോ അല്ലേ അങ്ങനത്തെ നോക്കണ ഗെയിമൊക്കെ ഉണ്ട്. അവൻ കളിക്കുന്നു തോന്നുന്നു. മാൽബ്രോയ ഗെയിമിംഗ് തെറാപ്പിസ്റ്റേ കളിച്ചിട്ടുണ്ട് ആ ഗെയിം. കണ്ട എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഞാൻ എടുക്കാം. ഈ ക്യാമറ ഡ്രോൺ ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതെന്ത് സിനിമാറ്റിക് ഫോട്ടോ വണ്ടി അറബി റിപ്പയർ ചെയ്തോണ്ട് റിപ്പയർ ചെയ്യാനുള്ള സ്ഥലം അവനെ അറിയാമല്ലോ. വണ്ടി കയറട്ടെ. ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് BM കിടക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിക്സ് കൂട്ടിയിട്ടിട്ട് ഫോട്ടോ എടുക്കണം. അതാളിയാ ഞാൻ ഒരു ഫോട്ടോ. എന്റെ പൊന്നേ, ഇത് എടാ മറ്റേ കളർ ഗ്രേഡ് മാറ്റാൻ പറ്റൂടാ. നീ ഇപ്പോഴാണ് ഇതൊക്കെ കാണണ? അതല്ല, അതെനിക്ക് അറിയാം. പക്ഷെ അതിൽ ഒരു കളർ ഇട്ടപ്പോഴത്തേക്ക് എന്റെ പൊന്നോ. ഏത് കളറ്? ആ രണ്ടാമത്തെ വില്യംസ് എന്നിട്ട് പോയാണ് ഫ്ലൈറ്റിന്റെ അടുത്ത് കൊണ്ടിട്ട്. ഗ്രാഫിക്സിലാണോ എഫക്റ്റിലാണോ ഗ്രാഫിക്സിലാണോ? എടാ മറ്റേ ഇതിനകത്ത് ഫിൽറ്റർ അതിന്റെ അകത്ത് ഫിൽറ്റർ എവിടാ? വില്യംസ് എന്ന് പറയുന്ന ഫിൽറ്റർ ഉണ്ട്. എടാ ഇതിന്റെ അകത്ത് എവിടെ ഏത് എഫക്റ്റ് ഗ്രാഫിക്സ് അതിലേതാണ് പറ. എടാ നീ ഫസ്റ്റ് എന്തിനാ ഒന്നേ പറയാം. ഫോണിൽ പോയിട്ട് ഡ്രോണിൽ പോവും. ഓ അതില്ല ഓക്കെ. ഡ്രോണിൽ പോയി ഡ്രോണിലല്ല, നമ്മളെ ക്യാമറയിൽ തന്നെ, ഫോൺ ക്യാമറ. ഓ അതാളിയാ അതിലാ. അത് എനിക്കറിയണം. അതിലൊരു കിടിലായിട്ട് കൊണ്ടുവന്ന ആളെ ഇതിന്റെ അകത്ത്. ഇതിനകത്ത് ഫിൽറ്ററിൽ വില്യംസ്. ഫിൽറ്ററിൽ പേര് ചോദിച്ചിട്ടില്ലല്ലോ. കണ്ടു. ഓ സിനിമ എനിക്ക് ഒരു ഫോട്ടോ ഇപ്പൊ തന്നെ എടുക്കണം. ഇപ്പൊ തന്നെ എവിടെ? ഇപ്പൊ ഗ്രാഫിക്സ് കൂട്ടട്ടെ. എനിക്ക് നല്ലൊരു പൊസിഷനിൽ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങോട്ട്
ഞാൻ ഡ്രോണിലാണ് എടുക്കണം, മറ്റേ എടുത്ത ചെറിയ ലാഗ് അടിക്കും. ഇപ്പോൾ കണ്ടപ്പോൾ എൻ്റെ പൊന്നോ തീ കൊള്ളാന്നാ നൈസ്. എന്തിലോട്ടാ അൾട്ര ഇട്ട എത്തിക്കൂടെ ഇടുവാളി. അൾട്ര ഫോട്ടോ എടുക്കാൻ നേരത്തെ മാത്രം ഇട്ടോ, എന്നിട്ട് ഗെയിം കളിക്കാൻ നേരത്തെ മാറ്റിക്കണം, ഇല്ലെങ്കിൽ സീനാവും, ഹീറ്റാവും. അൾട്ര റിയൽ ടൈം റെസൊല്യൂഷൻ അതൊക്കെ ഇതിന് ഫോട്ടോ എടുത്തില്ലേ അറബി അല്ല കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടാ. അതെന്ത് നീ റെസൊല്യൂഷൻ സാധനം അല്ലേ ക്യാപ്റ്റൻ? എടാ എന്തിനാണ് ശബ്ദം കേൾക്കണ ക്യാപ്റ്റൻ? എന്തിനാ ശബ്ദം എന്താ പുതിയ എന്തിനാണ് ശബ്ദം കേൾക്കണ്? എന്തിനാണ് ശബ്ദം? കൊറേ നേരം കേൾക്കാൻ ശബ്ദം കേൾക്കണം. വണ്ടി ലൈറ്റ് വീണ്ടും കിടക്കണ ഞാൻ നോക്കിയില്ലല്ലോ. കൃത്യമായിട്ട് മാറ്റിക്കോട്ട്. ഒന്നിൽ ആ പച്ച കാർ എടുത്ത് എന്റെ സൈഡിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് നീ എന്റെ ബാക്ക് ആ ഫ്രെയിം കൂടെ പോകടാ. അവിടെ ഇടല്ലേ ഓക്കെ എവിടെ നീ എന്നീ സൈഡിൽ കൊണ്ടിടും. അവിടെ ഇടല്ലേ എന്നാ അറിയത്തില്ല. എന്റെ ഈ സൈഡിൽ വാ. ഹെഡ്സെറ്റിന്റെ മറ്റേ മാറ്റളിയ പറഞ്ഞ് തോറും കുന്നത്തരം. അങ്ങനെയാണ് നമ്മൾ കിടക്കണ തിരിച്ചിടാ ഒട്ടത്തരം വീണ്ടും അളിയാ. വില്യംസ് നോക്കട്ടെ. വില്യംസ് ഉണ്ട്, വെയിൽസ്, ബുള്ളോക്ക് 4 ഉള്ള 5 എവിടെ കിടക്കണം? കറക്റ്റ് കൊണ്ടിടും. എന്റെ സൈഡിൽ കറക്റ്റ് കൊണ്ടിടും. ഇടിച്ച് ഇല്ല അവിടെ ഇവിടെ കൊണ്ടിടും. ഒരു വണ്ടി വളക്കലുണ്ട് നമ്മള് കാണുന്ന. അല്ല പറഞ്ഞ വണ്ടി വളയ്ക്കാനാണ്. ഞാൻ കിട്ടില്ല. കുറച്ച് ഫ്രെയിംസിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ നീ എന്റെ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തോട്ട് കൊണ്ടിടാന്ത്. കിട്ടൂല. നേരെ അടുപ്പിച്ച് കണ്ടോ അങ്ങനെ ഇതാവും. ഓക്കെ ഒരെണ്ണം എടുത്ത് വേറൊരെണ്ണം വേറെ ആംഗിൾ എടുക്കാം. ഈ ആംഗിൾ നോക്കട്ടെ. ഈ ആംഗിളും നൈസ്. ഞാനൊരു ഫോട്ടോ എടുക്കും. എനിക്ക് വേറെ ഫിൽറ്റർ നോക്കട്ടെ. ഡാർക്ക് ഫിൽറ്ററും കുഴപ്പമില്ല. ക്ലൗഡിന്റെ ഇഷ്ടപ്പെട്ടു. വില്യംസ് പോർട്രേറ്റ് നൈസറായി. അത് കിടില ഫ്രെയിം ആയിട്ട് അങ്ങനെ ഇട്ടേക്കുന്ന കാറ്. പോർട്രേറ്റിൽ വിഷയം അൾട്രേറ്റില് അതില് എടാ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് കാറിന്റെ വെളിയിറങ്ങി നിൽക്കണം. അതും കൂടെ എടുത്താല കാറിന്റെ വെളിയിറങ്ങി എന്നിട്ട് അതും എടുക്കാം. ഓക്കെ ഭയങ്കര ലാഗ്. ഞാനൊന്ന് അൾട്ര വന്നിട്ട് നോക്കട്ടെ. ലാഗ് അൾട്രയില് ഫുള്ളല്ല ഡെൻസിറ്റി ഒക്കെ 500 എടുക്കാം. റബീര മോന്താണ്ടാ ചാറ്റ്.
ആ ലുക്ക് ഒഫീഷ്യൽ ആണ് കളി അതാണ്. ആടി ആടി. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി സൂം ചെയ്താണ് അപ്പോഴേ കണ്ടേ തോന്നുന്നു. അത് നമ്മളൊക്കെ ഗ്ലാസ് ടിന്റ് അടിച്ചിട്ടുണ്ട്. ഗ്ലാസ് അറബിയിലെ ആൾക്കാർ തിരിച്ചറിയും ടിന്റ് അടിച്ചില്ലെങ്കിൽ. നമ്മളൊക്കെ സെലിബ്രിറ്റീസ് ആണ്, അതുകൊണ്ട് പിന്നെ ടിന്റ് അടിക്കണം വണ്ടിയിൽ. എന്റെ 20 കാറുണ്ട്. ഞാൻ അത് കൂട്ടിയിട്ടില്ല, കുറച്ചുകൂടെ കൂട്ടണം. കുറച്ച് ഫുള്ളാകില്ല. മറ്റേ കാറിന്റെ ഉണ്ട് ഫുള്ളാക്കിട്ട്. എടാ എന്നാലും അത്ര സുഖം കിട്ടാൻ അൾട്രേറ്റ് ഇത് ഈ വില്യംസ് ഇട്ട് ഫോട്ടോ എടുക്കാൻ. അൾട്രേറ്റ് നീ അതില് കാർ ഡീറ്റെയിൽസ് ഫുൾ ഇട്, എന്നിട്ടൊക്കെയാണ് എല്ലാം ഫുൾ ഇട്. കാർ ഡീറ്റെയിൽസ് എല്ലാം ഫുള്ളിട്ടിട്ടുണ്ട്. എല്ലാം ഫുള്ളിട്ടിട്ടുണ്ട്. ഇനി നോക്കിയാണ് വ്യത്യാസം ഉണ്ടാ. എന്റെ അതില് വില്യംസ് ഓക്കെയാണ്. ഇല്ല ഇല്ല ഇല്ല, ഇതില് വില്യംസ് കൊള്ളൂല. അതിനെ സിനിമാറ്റിക് പോകട്ടെ. സിനിമാറ്റിക് നൈറ്റ് ബ്രൈറ്റ്നസ് ഫസ്റ്റ് ടൈം അതൊന്നും വേണ്ട, ഇത് മാത്രം മതി. സിനിമാറ്റിക് പോർട്രേറ്റ് എന്ന് പറയുമ്പോ സൂം ചെയ്തെടുക്കണം. നിന്റെ കാർ സ്ട്രൈറ്റ് ആയിട്ടാണല്ലോ. എന്റെ കാർ സ്ട്രൈറ്റ് ആയിട്ടാണ്. ഓക്കെ, വേറൊരു ആംഗിൾ നോക്കാം. ക്യാപ്റ്റൻ നിന്റെ കാർത്തി സ്ട്രൈറ്റ് ഇട്ട് അപ്പുറത്തി വളഞ്ഞിരിക്കാണ്. സ്ട്രൈറ്റ് ഇട്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ ആ സത്യല്ലേ, കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടിടാല്ലേ. ഓ സെറ്റാക്ക്. ഓഫായി പോണില്ലേ ആ ക്ലച്ച്. കുറച്ച് കഴിഞ്ഞു. ഓ നൈസ് ആംഗിൾ കിട്ടി, നൈസ് പോസ് കിട്ടി. നൈസ്. എടാ നീ അവനെ ചേർത്ത് വയ്ക്കല്ലേ, എത്തി കൂടെ ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് ഇറങ്ങി. ഞാൻ വെച്ചാൽ ഇത് കിട്ടൂല. അങ്ങനെ എന്തുകൊണ്ടാണ് ആ ക്ലച്ച് എടുക്കാൻ പറ്റില്ല? ശരിയാ, ഡിസ്റ്റൻസ് കിട്ടില്ലേ? ഡിസ്റ്റൻസ് കിട്ടിയതല്ലേ എന്നാലേ ഫോട്ടോ എടുക്കാം. ഹാഫ് ക്ലച്ച് വണ്ടി ഓഫായി പോണ്ടേ. നോക്ക് മതി പിടപ്പിച്ചാണ് മൊത്തം ഊമ്പണം. ഹാഫ് ക്ലച്ച് വണ്ടി എന്തോ ഒരു ചെറിയ വണ്ടിയാണ്. അളിയ സിനിമാറ്റിക് ടോക്കാണ് എഫക്റ്റില്. ഞാൻ മറ്റേ ഫിലിമിന്റെ ഒരു കുണ്ണ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. സിനിമാറ്റിക് നല്ലതാ. ഓക്കെ, നല്ല കൂടെ ഫ്രണ്ടിലോട്ട് എടുത്തോ, അത്രേ ഉള്ളു. എടാ കാറിൽ കാറി കേറ്. നീ ഇപ്പോഴും കാറിന്റെ വെളിയിലാണെന്ന് കാണിക്കാണ്. അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ വരൂല. ഫോട്ടോയിൽ വരും. ചെകുത്താനെ ഫോട്ടോയിൽ തെളിയൂല. ഇല്ല, ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ചെകുത്താൻ ഫോട്ടോയിൽ വരാറില്ല ബ്രോ. ഇതെന്താണ് ലോകം എന്താന്നാണ്, അതായിരിക്കും എങ്ങനെ അറിയാം. ലോകിയൽ ഡയലോഗ് അതാ പോളാ. അല്ല പണ്ടത്തെ സിദ്ദീഖിന്റെ ലോക കണ്ടാ നീ? ലോക കണ്ട് എന്തോ മുമ്പേ പടോടാ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഫീമെയിലിയാ അത്. അതിനെക്കാട്ടി മോഹൻലാലിന്റെ കൊള്ളാന്ന് തോന്നുന്നു. മമ്മൂട്ടി ഇത് മറ്റേ മൂത്ത മമ്മൂട്ടി ഏതാ സിനിമ വരവാനായിരിക്കണേ? ഏതാണാ പുതിയ? കളങ്കാവലി. കളങ്കാവലി
ഞാൻ നിന്നെ പോലെ സിനിമ നോക്കൂല റബി. പറ നിന്നെ പോലെ വീട്ടിന്റെ വെളി ഇറങ്ങൂലെന്ന് അറിയാലോ, പിന്നെ അവൻ എന്തിനാണ് വിളിക്കണത് നീ? എടാ ഞാൻ ബിസിയാണ്, നിങ്ങളെ പോലെ ചുമ്മാ അടക്കുമല്ല. ഞാൻ അവിടെ എനിക്ക് ബിസിയാണ്, ജോലിയുണ്ട്. വീണ്ടും കാണണ്ടാ ഫോട്ടോ എടുത്തിട്ട് അത് വീണ്ടും ഫോട്ടോ വന്നു എൻ്റെ അത്. എടാ ഇപ്പൊ ഞാൻ കാറിന്റെ അകത്താണ്ടാ, എനിക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. നീ ഒന്ന് കാറിൽ 2 റൗണ്ട് അടി, കാറിൽ നിന്ന് ഇറങ്ങി 2 റൗണ്ട് അടി, അപ്പോഴത്തേക്ക് ശരിയായിക്കോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇറങ്ങട്ടെ. ശരിയാ, ഞാൻ ഒന്ന് ഇറങ്ങി, ഇനി കേറണേ. ഓക്കെ ഓക്കെ. ഒന്നുകൂടെ ഇറങ്ങി വീണ്ടും കേറി, എനിക്ക് വണ്ടി എടുത്തോണ്ട് പോവാ. നിനക്ക് ലോകം ഇഷ്ടപ്പെട്ടില്ലടാ കുണ്ണേ? ഇല്ലടാ, എനിക്കില്ല. നീ എന്തിനാ പറഞ്ഞ? നീ എന്തിനാ പറഞ്ഞ? പടം എന്തിനാ, പ്രേതകഥയും പണ്ടത്തേക്ക് എന്തിനാ സാധനങ്ങള്. അസത്തിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ നിന്നെ കിക്കി, നീ ഹെഡ്സെറ്റ് മാറ്റിയില്ലെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് റിക്വസ്റ്റ് മാറ്റി. നീ എന്തൊരു നീ എന്തിനാ അത് മാറ്റി? ഇപ്പൊ നിന്നെ കിക്ക് ചെയ്യില്ലേ? ഇപ്പൊ ഞാൻ നിന്നെ കിക്കി മാറ്റി. ഈ ഹെഡ്സെറ്റ് പുണ്ണയും കുത്തിയിട്ട് എനിക്ക് കേൾക്കാനും പറ്റല്ല. അറബിടാ. ഹലോ ഇനി നീ പറ, ഇനി നീ സംസാരിക്കും. എടാ ഇതിന് ടെമ്പറേച്ചറാ കൂട്ടാൻ പറ്റി കേട്ടോ, അത് കലക്കി. ടെമ്പറേച്ചറാ? നൈറ്റ് ഫോട്ടോഗ്രാഫി അതൊക്കെ ഉണ്ട്. അത് നീ കണ്ടിട്ടില്ലേ? നൈറ്റ് ഫോട്ടോഗ്രാഫി അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. എക്സ്പോഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കളെ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ കണ്ടില്ല. ഹലോ ഓക്കെ. ഇപ്പൊ നിനക്ക് ശബ്ദം ഉണ്ടല്ലോ, ഇതേപോലെ അങ്ങ് മിണ്ടിയാ മതി. ഹെഡ്സെറ്റ് നീ കുത്താൻ നിക്കണ്ട. എന്തിനാണ് തേങ്ങ നോക്കാം. നീ ഫോട്ടോ എടുത്താ ഇൻസ്റ്റ ഇടണ്ടേ? പോസ്റ്റ് ഞാൻ ഇടും. കുറച്ചുകൂടെ ഫോട്ടോ എടുക്കായിരുന്നു. നീ കുണ്ണത്തരം കാണിച്ചിട്ട് വച്ചിട്ട് പോയി. നീ കാറിന്റെ വെളി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഫോട്ടോ എടുക്കാൻ ഞാനാടാ? ഓ, നീ കാറിന്റെ വെളിയിലായിരുന്നു മൊത്തം കൊറേ നേരം. ഞാൻ നിങ്ങളെ കിടിലെ ചിക്കൊക്കെ ഞാൻ എടുക്കണം. നമ്മളെ കിടിലെ ഞാൻ കുറെ എടുത്തു. നീ എനിക്ക് അയച്ചിരുന്നാ മതി, നമുക്ക് ഇത് കൊളാബ് അടിക്കാം. ഇൻസ്റ്റയിൽ കൊളാബ് അടിക്കാം. ഫോട്ടോ എടുത്താ എന്റെ ഇപ്പൊ എക്സ്പോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തിനാ കണക്കൊക്കെ ആക്കി വെച്ച് അതിങ്ങനെ നോർമൽ ആക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. എന്റെ ക്യാരക്ടർ ഇത് പറയാണ്. റബി എന്താളിയാ വച്ചിട്ട് പോയാ? നീ ഒന്നും കേക്കാനില്ലല്ലോ നിന്റെ ശബ്ദം. നീ വണ്ടി കറക്കണായിട്ട്. എക്സോസ്റ്റ് ഒരു സംഭവം നോക്കണത് പൊട്ടാനില്ല വെച്ചിട്ട്. നീ എന്താ ശരിയാ? ഇപ്പൊ ഈ മൈര എന്റെ ക്യാരക്ടർ എടാ അടങ്ങാ നിക്കടാ കുണ്ണെ. എന്തൊക്കെയാ കേട്ടത് ശരിയാ, കാട്ടളക്കി വരണകും. നല്ല ഇത് പറയാ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇത് പറ. സ്പോട്ട് നിക്ക്, എല്ലാവർക്കും നിക്കണ്ടേ?
അതിനായിട്ട് നമ്മൾ കുറച്ച് പൊക്കണം. ക്യാമറ എന്തിനു പൊക്കണം? ക്യാമറ ഓക്കെ, പൊക്കാം. അറബി പറഞ്ഞു കേട്ടില്ല, പൊക്കിക്കോളിയാ. റെഡ് ബോക്സ് ചേട്ടോ വേറെ അറബി പൊക്കാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്ത് പൊക്കട്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ആളിൽ പോയി നോക്കടാ. ആണ്, അങ്ങനെ എല്ലായിടത്തും പോയി നിന്നെ പോലെ പൊക്കൂല. നീ മീൻ ചന്തേ പോലും പൊക്കും. മീൻ വാങ്ങിക്കാൻ തർക്കം പതാ നീ പൊക്കുമായിരിക്കും. അങ്ങനെ ഞാൻ പൊക്കൂല. മീൻ ചന്ത ചെന്ന് എന്നാ ഞങ്ങളെ മീനെ 150 രൂപ, ആ 150 തരൂല, എന്നാ കണ്ടോളാ കുട്ടേ എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കും. മീൻ മുറിക്കണ കത്തി വെച്ച് ഇവന്റെ സാധനം വെട്ടി എവിടെ ഇടും, മൊട്ടാണ് ഇടും. നീ വാ, നിന്റെ കുണ്ണ ഞാൻ വെട്ടു ആദ്യം. ഹെഡ്ഫോണിന്റെ കത്തി വെട്ടി എവിടെ ഇടും ഇവിടെ. നിന്റെ കുണ്ണ ഞാൻ വെട്ടിയെടുത്ത് അറബിയുടെ കൈ കൊടുക്കും. നിന്റെ കുണ്ണ വെട്ടി ഞാൻ അറബിക്ക് കൊടുക്കും. നോക്കിയോ, ക്യാരക്ടർ മാറ്റാണ്ടി മകൻ. ഇതിന്റെ പോലെ ഇത് സാധനം ഓടാ. അതില് അവൻ ഡ്രിഫ്റ്റ് അടിക്കുന്ന ഒരു സാധനം ഉണ്ട് ആ ഫോട്ടോയില്. ഏതില്? ഞാൻ എടുത്തൊരു റാൻഡം ഫോട്ടോയിൽ അവൻ കവക്കി എടുക്കണമല്ലോ. ആര് ഡ്രിഫ്റ്റ് അടിക്കണം? അറബിയാ? ഓ, അറബി നീ ഒന്നില്ലേ? അറബി ഡ്രിഫ്റ്റ് എന്ന് പറയാൻ പറ്റൂല അറബി അടിക്കണേന്. പിന്നെന്തിനാ അടിയത്? വാണോ അടിയ? ശരിയാ, നീ കേട്ടത് ശരിയാ. ലുക്ക് മാറ്റിയടാ റെഡ് ബോക്സ്. ഞാൻ ഒരു റെഡ് ഇതെടുത്തിട്ട് ജേഴ്സി പോലെ. ആ തോമസ് ഷെൽബിന് തൊപ്പിയോടാ ചെയ്യണം. ക്യാപ്റ്റൻ ഇങ്ങനെ വാടാ, നമുക്ക് 3 കൂടെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കാം. ക്യാപ്റ്റൻ നീ വന്നാൽ ഫോട്ടോ എടുക്കാം. വാ, ഇങ്ങനെ ഇറങ്ങി വാ, വണ്ടിയുടെ ഫ്രണ്ടിൽ വാ. അതൊക്കെ വന്നാ നോക്കട്ട്. ഉണ്ണേ വാടാ വന്ന്, അത് നീ വരാൻ നോക്ക്. എവിടെ? അവിടെ ഇവിടെ നീ വണ്ടിയും കൊണ്ട് വരണ്ട, നടന്നു വാ. അവന് ബഗ് അടിച്ചടാ, അവന്റെ കണ്ട അവന് കാറും കൊണ്ട് വരണേ ഉള്ളൂ. വണ്ടി കാറും കൊണ്ടല്ല. ക്യാരക്ടർ വെളിയിറങ്ങിക്കിട്ടറിയ. നിനക്ക് കാണാനില്ല, നീ പറയാറുന്നല്ലേ, നിനക്ക് കാണായിരുന്നല്ലേ. ഇപ്പൊ കണ്ട നീ ഇപ്പൊ കണ്ട് ഇനി കാറ് കയറണേ. ഇനി ഇങ്ങ് വാ, കാറില് വേറെ കുണ്ണേലും പോണ്ട. ഇങ്ങ് വാ. അറബി ഫോട്ടോ എടുക്കണ്ടേ? നീ ഫോട്ടോ നല്ല കറക്കി വരാം. കേട്ടോ അളിയ അവൻ വരട്ട് തരാൻ പറ. ക്യാപ്റ്റൻ വാടാ. ക്യാപ്റ്റൻ വന്നില്ലേ? നോക്കട്ടെ ആ കുണ്ണേനെ. ആ അവിടെ എവിടെ ഉണ്ട്. അളിയാ നീ അനങ്ങാ, നമുക്ക് ഫോട്ടോ എടുക്കാം. അറബി നമുക്ക് ഫോട്ടോ എടുക്കാം. അറബി അപ്പുറത്ത് വയ്ക്കടാ. ആ വണ്ടിയിൽ ഇപ്പുറത്ത് സൈഡ് വാ. ഫ്രെയിമിൽ കിട്ടൂലേ നിന്നെ. കൂടെ ബേക്കിലോട്ട് ചേർന്ന്, ബേക്കിലോട്ട് വണ്ടി ചേർന്നി. ആ അതായാലും മതി. അറബി നിനക്ക് എടാ നിങ്ങൾ രണ്ടും കൂടെ ഫോട്ടോ എടുത്തോ കേട്ടോ. ഞാൻ മാത്രം എടുത്തിട്ട് നിങ്ങളും കൂടെ എടുത്തോ കേട്ടോ. ഇപ്പൊ കൊള്ളാം ചാറ്റ്. സീരിയസ്ലി ചാറ്റ് ഡബ്ല്യൂ എടാ എല്ലാം എടുക്കട്ടെ. ഈവൻ ഇങ്ങോട്ടും കൂടെ എടുക്കട്ടെ. ഒരു അനങ്ങല്ലേ. ഒരു ഫോട്ടോ എടുത്തല്ല, നമ്മളെ കാർ ഇങ്ങനെ കറക്കി കൊണ്ടിട്ട് നമ്മൾ ആ കാറിന്റെ അവിടെ ഇങ്ങനെ വിടും. എന്നിട്ട് മണ്ടയിലായിട്ട് ഇങ്ങനെ നോക്കണം. മറ്റേ അതിന്റെ സാധനം ഡ്രോൺ ഇട്ടാ ഫാസ്റ്റ് ആൻഡ് ഫീരിയസിലുണ്ടല്ലോ, 3 കാർ ഇങ്ങനെ കറക്കി ഇട്ടിട്ട് അതിന്റെ ഓരോരുത്തന്മാർ അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മണ്ടയിലത്തെ ക്യാമറ വെച്ച് നോക്കണം. അതിന് കറക്കിടുമ്പോ അത് റെക്കോർഡ് ആവില്ലല്ലോ. വീഡിയോ ആണെങ്കിലല്ലേ കറക്കണ വീഡിയോ ഇടും. അത് ഞാൻ കാണിച്ചു തരാം. ഫോട്ടോയാണ് സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ അറബി നീ ഇനി കാറിന്റെ അപ്പുറത്ത് പോയിക്കുക. നീ ഞാനും കൂടെ ഒപ്പം കളിയാ. നീ കാറിന്റെ അപ്പുറത്ത് പോയിക്കുക. അവൻ നിന്നടുത്ത് ഓരോരുത്തരും ഓരോ കാറിന്റെ അടുത്ത് പോയിക്കണം, കറക്കി ഇടണം. ഓ അവര് സ്വന്തം കാറിന്റെ അടുത്ത് പോയിക്കും. അറബി
ഇത്തി കൂടെ ബാക്കിലോട്ട് ചേർന്ന്. എനിക്കത് കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. എടാ വണ്ടി ഇപ്പം മാറ്റിയ ഇത് പോവും, ഫോട്ടോ എടുക്കാനുള്ള സാധനം പോവും. ചേർന്നിക്കടാ, എൻ്റെ വണ്ടി ചേർന്നിക്ക്. ആ അത് ഏണത്തി കൂടെ ഫ്രണ്ടിലോട്ട് നിന്നോ ശാകരം. ഇതും കൊള്ളാം. അവൻ ക്യാരക്ടർ വെളി കണ്ടാ അവന്റെ ഇപ്പോഴും കാണിക്കും. നോക്ക് കണ്ട എനിക്ക് അവനെ സെറ്റാ. റബി ഞാൻ പറയുന്ന സാധനം എടുക്കാം. ഓക്കെ, ഇനി നീ അവൻ പറയട്ടെ. അവൻ പറഞ്ഞ സാധനം എടുക്കാം. റബി അവൻ പറഞ്ഞ സാധനം എടുക്കാം. വണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടങ്ങോട്ട് ഇടണം. ഞാൻ ഇവിടെ ഇട്ടാ മതി. ആ വണ്ടി മാറ്റണോ? ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെയാണ് അത് പറ. നീ കുറച്ചുകൂടെ ബാക്കിൽ നിന്ന് എന്റെ ഈ ഒരു ലെവലിൽ നിൽക്കണം. ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് നിൽക്കണം. എന്റെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ട് ഇങ്ങനെ നിൽക്കും. നീ ഈ ഒരു ഓ എനിക്ക് മനസ്സിലായി. ഓ ഇല്ല എനിക്ക് സംഭവം മനസ്സിലായി. ഇപ്പൊ കത്തി. ഞാൻ വരാം. ഇപ്പൊ കത്തി. എനിക്ക് കറങ്ങി കിടക്കണം, വണ്ടി കറങ്ങി കിടക്കണം. എടാ എത്തി കൂടെ ചേർത്തിക്കണ്ടേ എനിക്ക്. ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ എൻ്റെ ഇങ്ങനെയല്ലേ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ നിൽക്കും. ഇതല്ലേ സാധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ സംഭവം എനിക്കറിയാം. എങ്ങനെ കുറച്ചൊരു ഫ്രണ്ട് കൊണ്ടിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോവാ. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടിടണം. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എടാ ഞാൻ ഇവിടെ ഇട്ട്. നിങ്ങളാണ് ഇനി കറക്റ്റ് ഇടാവുള്ള. ഞാൻ ഇട്ടേ കളിയാ. ശരിയാ കേട്ടത് ശരിയാ. അവന്റെ ക്യാരക്ടർ വെളി അത് ഒരു ഇത് തന്നെ. ബഗ്ഗെന്ന് പറഞ്ഞോണ്ടല്ലേ അറബി നീ വണ്ടി കയറിയിരിക്കണം. നോക്കട്ട്. അത് തന്നെ. എന്നിട്ട് നീ അവിടെ ഫ്രണ്ടിൽ എവിടെ നിൽക്കട്ടെ. കുറച്ചുകൂടെ ബാക്ക് സൈഡ്. എടാ എന്റെ കാറ് കറക്റ്റ് ഉണ്ടോ? എന്റെ കാറ് ഫ്രണ്ടിലോട്ട് ഉണ്ടോ? നിന്റെ കാറ് ഫ്രണ്ടിലോട്ട് ഇടണം. എന്റെ ഫേസ് ചെയ്തിരിക്കണം. അറബി കാറിന്റെ സെന്ററിൽ വേണം നിൽക്കാൻ. എന്ത് പൂക്കള ഇടണ. ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് ഇടട്ട്. ഒരു ബ്ലർ കണക്കാ സംഭവം. എന്തരടേ ഫോട്ടോ എടുക്കാനകത്ത് മാറിപ്പോയി പാറി. ഞാൻ എന്റെ ബാക്കിലായി പോയി കയറിയിരുന്ന. അതൊക്കെ ഫ്രണ്ടിൽ കയറിയുള്ളൂ. കറക്റ്റ് നിൽക്കാന്നോ കളിയാ. കറക്റ്റ് നിൽക്കാന്നോ. എടാ എത്ര ഫ്രണ്ട് ചെയ്യണമെന്ന് പറഞ്ഞോടാ. ഞാൻ പതിയെ വരാമേ. മതിയാ മതിയാ. കുറച്ചുകൂടെ കുറെ കൂടെ പോണം. മതിയാ കുറച്ചുകൂടെ. മതി. അല്ല അത് സെറ്റാക്കാം. ഇവിടെ നിന്നാ മതിയാ. എനിക്ക് ഞാൻ ഒന്ന് എനിക്ക് ഗ്രാഫിക്സ് സെറ്റ് ആക്കിയോട്ടെ. ഗ്രാഫിക്സ് സെറ്റ് ആക്കാതെ പറ്റൂലേ. എടാ എല്ലാരും ഫുൾ ഗ്രാഫിക്സ് ഇടുക കേട്ടാ. ഫുൾ ഗ്രാഫിക്സ് ഇട്ട് സെറ്റ് ആക്കുക. അനങ്ങല്ലടാ ക്യാപ്റ്റാ. നിനക്കാണ് ബഗ് വരണം അതിന്റെ ക്യാരക്ടറിന്. ഡ്രോൺ വെച്ചെടുത്താലേ പറ്റുള്ളൂ. ക്യാമറയിൽ നോക്കി ഡ്രോണിലേ പറ്റൂ. നീ എന്താ പറയണ? ഡ്രോണിലെ നിന്റെ കാറിന്റെ സെന്ററിൽ ഇരുന്നാണ് ഞാനും കുറച്ചുകൂടെ നിൽക്കാറുണ്ട്. സെന്ററിൽ ബോണറ്റിന്റെ സെന്ററിൽ. ബോണറ്റിന്റെ സെന്റർ അല്ലേ? ഓക്കെ സെന്ററിൽ നിൽക്കണം വണ്ടി. ഇതാണ് എടാ അതല്ല, കുറച്ചുകൂടെ സെന്ററിൽ നിൽക്കണം. നടുക്ക് നിൽക്കണം വണ്ടി. ഗ്രാഫിക്സ് കൂട്ടിയോണ്ട് പെട്ടെന്ന്. എടാ
എടാ വേറെ ഒരു കിള്ള ഫോട്ടോ ഐഡിയ ഉണ്ട്. എന്തിരുന്നാ അത് നമുക്ക് ചെയർ ഇരിക്കാൻ പറ്റില്ല. നമ്മള് മൂന്നേരം ചെയർ ഇരിക്കാൻ നേരത്ത് നമ്മളെ വണ്ടി നമ്മളെ ബാഗ് നമ്മളെ ഫേസ് ചെയ്തിങ്ങനെ വെക്കണം. മൂന്നെണ്ണം അടിച്ചിട്ട് കിടക്കണം. എടാ ഞാൻ കറക്റ്റ് തന്നെ ഇരിക്കണ തന്നെ 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 എന്റെ വണ്ടി കുറച്ചുകൂടെ ഇടട്ടെ. ഇത് സെറ്റ് അല്ല, ഞാൻ നോക്കിയായിരുന്നു. എടാ അനക്ക് നീ ഇവനാണ് നീ മാറ്റാൻ പോണത്. എന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് തെറ്റ്, ചെറുതായിട്ട് തെറ്റാവട്ടെ. റവി നീ ലൊട്ടത്തരം കാണിക്കല് കറക്റ്റ് ഉണ്ട്. കറക്റ്റ് ഉണ്ട്, കറക്റ്റ് തന്നെ ഉണ്ട്. വെയിറ്റ് ആവും, നേരെ കൊണ്ടുവന്ന് കിട്ടും. അതില് ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇത്രേ ഉള്ളൂ നൈസ്. ക്യാപ്റ്റൻ ഡ്രോൺ വെച്ചിട്ട് കറക്റ്റ് നിന്റെ മൈൻഡിലാണ് എങ്ങനെ സെന്ററിൽ വന്ന് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോഴാണോ തെറ്റാ? ശരി ഇനി ചരിച്ചൊക്കെ എടുക്കാം. അതൊക്കെ നീ ഏത് ആംഗിളിലാണല്ലോ എടുത്തു. മാത്രം ഫോക്കസ് ചെയ്യല്ലേ. കറകമ്പഴി തല ഇറങ്ങി കിടക്കുവാണ്. ക്യാപ്റ്റൻ സിബിലോട്ടൊന്നും ആംഗിൾ ചെയ്ത് കേട്ടല്ലേ? സിബിലോട്ടോ സോമിയല്ലേ ക്യാപ്ചർ ചെയ്യണ നമ്മളെ വണ്ടികൾ മാത്രവും. അറബി സിബ് പൊത്തി പിടിച്ചു കേട്ടാ, അതിൻ്റെ അകത്തോട്ട് സൂം ചെയ്ത് വരും. നിന്റെ മാനം കപ്പൽ കയറും. ഓക്കെ, ഇത് തെറ്റായിട്ട് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ 3 പേരും ബ്രാൻഡായിട്ട് നമ്മളെ കാറിൽ വന്ന് മീറ്റ് ചെയ്യണേന്. ഫോട്ടോയുടെ അർത്ഥം അതാണ്. ഫോട്ടോയ്ക്ക് അർത്ഥമൊക്കെ ഉണ്ടോ? അതാണ് ഫോട്ടോയിൽ അർത്ഥമൊക്കെ ഉണ്ട്. കേട്ടാ അറബി, ഫോട്ടോയിൽ അർത്ഥമുണ്ട്. ഫോട്ടോയിൽ അർത്ഥമോ? അങ്ങനെ ഫോട്ടോ കണ്ടാ ഫോട്ടോയിലേക്കല്ലേ അർത്ഥം. എടാ ഓരോ ഫോട്ടോ ഓരോ കാര്യങ്ങൾ പറയും നമ്മളോട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മളെ 3 കാറിൽ നമ്മൾ മീറ്റ് ചെയ്യും. അടാ ഇപ്പൊ നമ്മള് വാണ വീടിന് ഒരു ഫോട്ടോ എടുത്താൽ വാണ ആ കഥ പറയും. അങ്ങനെയാണ്. ക്യാപ്റ്റൻ പറഞ്ഞു ഇതല്ല ചുമ്മാ ഇത് മാറി. ഫോട്ടോ എടുത്ത് വണ്ടിയെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പൊക്കോ. അനങ്ങാതിരി ഉണ്ണ, ഞാൻ എടുക്കട്ട് പെടച്ചില്ല. ഇനി കുറച്ച് എസ്തറ്റിക് ഫോട്ടോ എടുക്കാം, എവിടെയെങ്കിലും പോവാ. എസ്തറ്റിക്കാ വണ്ടി എടുത്തതാണ്. കുഴപ്പമില്ല ഞാൻ മാറ്റി. ഡേ ലൈറ്റ് സിനിമാറ്റിക് അതിൽ എടാ നീ എന്ത് തലയെ കൊണ്ട് കയറ്റണ അറബി വണ്ടി. Oh my god. Oh my god. ഇതിനൊരു 10 ലൈക്കെങ്കിലും കിട്ടണം. 10 ലൈക്ക് കിട്ടണ വഴിയൊക്കെ ഉണ്ട്. അത് കിട്ടില്ല. അവന്റെ ക്യാരക്ടർ വെളിയെ അത് ബാക്കി ഞാൻ കണ്ട് ഗ്രാഫിക്സ് ഹൈ. ഇതാണ് എഫക്റ്റില് സിനിമാറ്റിക്. ഓക്കെ സെറ്റ്. വണ്ടി എടുത്ത് പോകാനാണ് എക്സ്പോസ് കൺട്രോൾ ചെയ്ത വണ്ടി കിട്ടില്ലായിട്ട് ഫോട്ടോ കൊടുക്കാം. എടാ നിങ്ങളെ എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രിഫ്റ്റ് അടിക്കണേ പറിക്കണേക്കെ
നീ ഇപ്പൊ എവിടെ അയക്കണം? ഞാൻ കണ്ടു വരാം. വണ്ടി റിപ്പയർ ചെയ്യട്ടെ വീട്ടിൽ. അറബി ഒറ്റയ്ക്ക് പോയിട്ട് റിപ്പയർ ചെയ്യണ്ടാ. അത് കേറ്റാൻ പാടാ തെളി. നമ്മള് കുറെ നോക്കിയാണ്. അപ്പൊ നിനക്ക് എയർ സസ്പെൻഷൻ ചെയ്യേണ്ടി വരും. ഞാൻ സുഖമായിട്ട് കയറ്റിയല്ലേ. ഓ എന്നെ പിടിച്ചാൻ. പോടാ, അവന്റെ അതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. അവന്റെ തട്ടയൊന്നും ഇല്ല. ചുമ്മാ അറിയാൻ ആരാ ഷീൽഡ് വർത്തിക്കാൻ. ക്യാപ്റ്റൻ മറ്റേ വണ്ടിയാണ് മഞ്ഞ വണ്ടിയാണ്. നല്ല ഫോട്ടോ റോഡിലേക്ക് റോഡ് വന്നത്. നീ എന്ത് ചെയ്യാൻ? അതായത് മറ്റേ റോഡിന് ചിന്തിക്കാൻ റോഡിൽ തന്നെ വരും. ഓ വേറൊരു സാധനം ഉണ്ടേ. നമ്മളെ BM-ന്റെ ആ ഒരു ഐ ഇത് കിട്ടണം. ബ്ലാക്ക് ഇതിൽ പോയിട്ട് ലൈറ്റ് ഓൺ ആക്കി ഇടണം. എന്നിട്ട് ഫോട്ടോ എടുക്കണം. നൈറ്റ് മോഡ്. അറബിനി അപ്പൊ ഇത് കിട്ടാം. അത് എവിടെ പോണം?